ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ബിഗ് തിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് തിങ്. യു ഷുഡ് അപ്രിഷിയേറ്റ് ദ അണ്ടർസ്റ്റാൻഡിങ് ബിക്കോസ് നോട്ട് മെനി പീപ്പിൾ ഹാവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകില്ല. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പീപ്പിളിന് എപ്പോഴും ഒരു അപ്രീസിയേഷൻ എന്നത് ഡിസേർവ് ചെയ്യുന്ന പേഴ്സണാണ്. ഓക്കെ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത പീപ്പിൾ ആവുന്ന സമയത്ത് വെരി ഡിഫിക്കൽട്ട് തിങ്, ഓരോ കാര്യങ്ങളും ഡിഫിക്കൽട്ടായി മാറും. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു തോട്ടാണ്, ഒരു ഹ്യൂമണ് മറ്റൊരു ഹ്യൂമൺ ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചിന്താഗതികൾ സാഹചര്യം വരെയായിരിക്കും, അവൻ്റെ ചിന്താഗതികൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിസയേഴ്സ് വ്യത്യാസമായിരിക്കും, ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും, ഔട്ട്ലുക്ക് വ്യത്യാസമായിരിക്കും, ജഡ്ജ് ചെയ്യുന്ന എബിലിറ്റി ഓഫ് ജഡ്ജ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ഒബ്സർവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാ കാര്യം ഡിഫറെൻറ്റാണ്. അപ്പോൾ ഒരിക്കലും മറ്റൊരു ഹ്യൂമൺ എങ്ങനെ ആണ് ഒരു കാര്യത്തിനെ പെർസീവ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു കാര്യത്തെ ചിന്തിക്കുക എന്നുള്ള കാര്യം ഒരാൾക്കും അത് ജഡ്ജ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഓക്കെ, പക്ഷെ നമ്മളത് ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളിവിടെ ഇരുന്നിട്ട് മറ്റവരുടെ കാര്യത്തിന് ജഡ്ജ് ചെയ്യും. അതല്ലേ, ഇപ്പോൾ അമേരിക്കയിൽ അധികം കാര്യം എന്താ ഇവരിങ്ങനെ ചെയ്യണം, വൈ യു ആർ ഡൂയിങ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രീതിയിലെന്ന് പറയും. ഓക്കെ, പക്ഷേ അത് നോട്ട് എ ഗുഡ് വേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കാര്യം നടക്കേണ്ടതെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിക്കണം. അവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻ, എക്കണോമിക്കൽ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, കൾച്ചറൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൻ്റെ ബേസിലാണ് ഒരു സിറ്റുവേഷൻ ഒരു പ്ലേസിൽ ആക്ഷൻ നടക്കുക. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇതിൽ ഇങ്ങനെ ആക്ഷൻ നടക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിലേക്ക് ഒരു കാര്യം സംഭവിക്കണ്ട. പിന്നെ അവിടുത്തെ നമ്മുടെ ലീഗൽ സിറ്റുവേഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യം ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഓക്കെ, കാരണം നമുക്ക് ഒരിക്കലും അവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻ അറിയില്ല, നമുക്ക് അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻ അറിയില്ല, നമുക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയില്ല, നമുക്ക് അവിടുത്തെ ലീഗൽ സിറ്റുവേഷൻ അറിയില്ല, അവിടുത്തെ ലോൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല, അതിൻ്റെ കൾച്ചറൽ വാല്യൂസ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇതൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, ഓൺലി തിങ് എൻഡിൽ നടക്കുന്ന ഒരു ഇവൻ്റ് മാത്രമേ നമുക്ക് നമ്മൾ അതിനെയാണ് ജഡ്ജ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു കാര്യത്തെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളതിൽ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് യു ഷുഡ് ഹാവ് ദ പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഒരു കാര്യത്തിന് പ്രോപ്പർ ഇൻഫർമേഷനും നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുശേഷം ജഡ്ജ് ചെയ്യുമ്പോഴാണ് ഓക്കെ ആയി മാറുക. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ അത് റോങ് ആയി പോയി. എന്നാൽ നമുക്കൊരിക്കലും ഒരു അമേരിക്കയിലെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്കൊരിക്കലും അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഐഡിയ ഇല്ല, അവിടുത്തെ കൾച്ചർ ഐഡിയ ഇല്ല. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യണം. ഓക്കെ, അവിടെ അത് സംഭവിക്കാനുള്ള സാധ്യത അവിടുത്തെ സിറ്റുവേഷൻ കാരണമായിരിക്കാം, നമ്മുടെ സിറ്റുവേഷൻ വെച്ച് അത് ജഡ്ജ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു ഹ്യൂമൻ്റെ ലൈഫിൽ വരുന്ന സമയത്ത്. ഓക്കെ, കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കണോ എന്നത് അറിയാൻ പറ്റും. കാരണം എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് ഒരു 31 ഇയേഴ്സിലെ സ്റ്റോറി എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ലൈഫിൽ എന്താണ് എൻ്റെ ഡിസൈസ്, എൻ്റെ ചിന്തകൾ എന്താണ്, വൈ ആം ഡൂയിങ്, ഇതൊക്കെ എനിക്കുണ്ട്. പക്ഷേ മറ്റൊരാളുടെ ലൈഫിൽ എന്തുകൊണ്ട് എന്ത് കാര്യം സംഭവിക്കണോ, എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ആക്ട് ചെയ്യണോ, ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷൻ എനിക്കില്ല. ഓൺലി തിങ് എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് വളരെ ലൈറ്റർ ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊരു വേറൊരു പേഴ്സണെ കുറിച്ച് ലൈറ്റർ വളരെ സ്മാൾ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ചിന്തകൾ വെച്ചിട്ടാണ് മറ്റൊരാളുടെ ലൈഫിനെ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോകണം. ഓക്കെ, അതായത് എൻ്റെ ചിന്തകൾ വെച്ചിട്ട് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്ത് എങ്ങനെയുണ്ടാവും, അത് വർക്കൗട്ടാവില്ല. കാരണം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ നടക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നടക്കുക. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് അവിടുത്തെ നീഡ് അനുസരിച്ചാണ്, അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻ, അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ലീഗൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ നടക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കാര്യം വെച്ചിട്ട് അവിടുത്തെ കാര്യം ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഗോയിങ് ടു ബി. അതുപോലെ തന്നെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ഞാൻ മറ്റൊരാളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യത്തിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ പോയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റോങ്. കാരണം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ഇത് പറഞ്ഞാൽ എൻ്റെ നീഡ് മാത്രമാണ്, എനിക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്, അതൊരിക്കലും മറ്റൊരാൾക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ആ വ്യക്തിയുടെ കാര്യത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ എൻ്റെ പോയിൻ്റ് വെച്ചിട്ടും എൻ്റെ ചിന്താഗതി വെച്ചും ജഡ്ജ് ചെയ്യാതെ മെജോറിറ്റി സിറ്റുവേഷനിലും ഇറ്റ്സ് ഗോയിങ് ടു ബി റോങ്. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും ഓപ്പോസിറ്റിലുള്ള നിൽക്കുന്ന പേഴ്സൺ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യണു അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല വൈ ദേ ആർ ഡൂയിങ്. ബിക്കോസ് നമുക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷൻ ഇല്ല. പിന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഒരു പേഴ്സൺ എന്തുകൊണ്ട് അതിങ്ങനെ ആയിരിക്കണം, അപ്പോൾ
ചെയ്യണോ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ് മേ ബി അവൻ്റെ ലൈഫ് അത് ഡിമാൻഡ് ചെയ്യണ്ടാവും. എൻ്റെ ലൈഫിൽ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം എനിക്ക് അതേ വേണ്ടുള്ളൂ. പക്ഷേ മറ്റൊരാളുടെ ലൈഫിൽ ചിലപ്പോൾ അവൻ്റെ ലൈഫിൽ അത് ഡിമാൻഡിങ് ആയിരിക്കാം. ആ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുകയില്ല. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട രീതി അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആയിക്കോളണമെന്നില്ല, ഓക്കെ. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വ്യക്തി എങ്ങനെയാണ് ഒരു കാര്യത്തെ പെർസീവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിയണം. ഇത് ഈസി അല്ല. ഇറ്റ്സ് നോട്ട് എ ഈസിയസ്റ്റ് തിങ് ടു നോ ഹൗ എ പേഴ്സൺ തിങ്ക്, അല്ലെങ്കിൽ ഹൗ എ പേഴ്സൺ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്യണ റീസൺസ് എന്താണെന്ന് അറിയുക പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. ഇറ്റ്സ് നോട്ട് നമ്മളൊരു ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന പരിപാടിയല്ല. ഓരോ വ്യക്തികളും പൂർണ്ണമായും വ്യത്യസ്തരാണ്, ഓക്കെ. കാരണം ഇപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല മറ്റൊരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ആ പോയിൻറ്റിനനുസരിച്ചായിരിക്കും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ പോയിൻ്റ് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് വെച്ചിട്ട് ഞാൻ മറ്റൊരാളുടെ കാര്യങ്ങൾ നോക്കിയാൽ പിന്നെ എൻ്റെ അപ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ. അപ്പോൾ ഒരു ഹ്യൂമന് മറ്റൊരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കെൽപ്പ് വളരെ സാധ്യത അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ പിന്നെ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ബിഗ് തിങ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റൊരാളുടെ കാര്യത്തിൽ നടക്കുന്ന സംഭവത്തിനെ നമ്മുടെ ചിന്ത വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. അവരുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചിട്ടും അവരുടെ ചിന്തകളെക്കുറിച്ചും അവരുടെ വേ ഓഫ് ഇത് വെച്ചിട്ടുമാണ് ജഡ്ജ് ചെയ്യാൻ, ഓക്കെ. ഫോർ എക്സാമ്പിൾ എനിക്ക് പല സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പല മിസ്റ്റേക്കുകളും കണ്ടുപിടിക്കേണ്ടി വരാറുണ്ട്, ഓക്കെ. അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്കാണ് ആ സമയത്ത് ഞാൻ ചിന്തിക്കാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്ത ആളുടെ ചിന്ത എന്താണ്, ഓക്കെ. ഇതിപ്പോൾ ഒരു BCom ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും ചിന്തിക്കുക, ഓക്കെ. നോട്ട് എ മീ. ഞാനൊരു ഫീൽഡിൽ കുറേ കാലമായിട്ട് നിന്നിട്ട് കുറേ നോളേജ് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉണ്ടാക്കി നിൽക്കുക. ആ വ്യക്തി ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്കം കിട്ടില്ല. ഞാൻ ചിന്തിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത വ്യക്തി എത്ര നോളജുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ചെയ്ത വ്യക്തി ഏത് കൈൻഡ് ഓഫ് പേഴ്സണാണ്, ആ വ്യക്തി ഈ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കും, ഓക്കെ. ആ വ്യക്തി ചിന്തിക്കുന്ന പോലെ ഞാനിപ്പോൾ ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് അതിൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് കിട്ടില്ല, കാരണം എൻ്റെ ചിന്ത വേറൊരു രീതിയിലായിരിക്കും, ഓക്കെ. അപ്പോൾ ആ പേഴ്സൺ ഈ പർട്ടിക്കുലർ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ എന്തായാലും അയാൾ കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് നോക്കിയിട്ടാണ് ഞാൻ ആ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മറ്റൊരാളുടെ കാര്യം എപ്പോഴും ആ വ്യക്തിയുടെ ചിന്ത വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അല്ലാന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഫെയിൽ ചെയ്യാറും, ഓക്കെ. അപ്പോൾ പിന്നെ ഇറ്റ്സ് നോട്ട് ഈസിയസ്റ്റ് തിങ്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ. ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വി ആർ ആക്ടിങ് സംതിങ്, ഓക്കെ. ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുന്നതിനാണ് ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുക. അതായത് ഒരു കാര്യം ചെയ്യാനുള്ള. ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ മാറി നിൽക്കുക. അതായത് പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുക എന്നതിനേക്കാളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യം പറഞ്ഞാൽ പലതും നമ്മൾ ചെയ്യാതെ മാറി നിൽക്കുക, ഓക്കെ. ഇപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാതെ നോക്കുക, ഓക്കെ. അവരെ മോശമായി പറയാതെ നോക്കുക, ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാതെ നിൽക്കുക, അവരെ ക്രിറ്റിസൈസ് ചെയ്യാതെ നോക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ അണ്ടർസ്റ്റാൻഡിങ് ഇത് വരിക. അപ്പോൾ ബാക്ക്വേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതും ചെയ്യാതിരിക്കുക. ആ സിറ്റുവേഷൻ നമ്മൾ ബാക്കിലേക്ക് കാലുവയ്ക്കുക. ഇതാണ് ബാക്ക്വേഡ്. ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ഡു സംതിങ് ഫോർ ദം. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവരൊന്ന് ആശ്വസിപ്പിക്കുക, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അവരൊന്ന് കെയർ ചെയ്യുക. ഇതൊക്കെ ഫോർവേഡ് ആക്ഷൻസാണ്. ബാക്ക്വേഡ് ആക്ഷൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഗീവ് ദം ലിറ്റിൽ സ്പേസ് കൊടുക്കുക, നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുക, അവരെ റോങ് ആയിട്ട് കാണാതിരിക്കുക, അവരെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇതാണ് ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ ഓരോ ഹ്യൂമൻ്റെയും നീഡ് ഡിഫറൻ്റ് ആയിരിക്കും. ചില വ്യക്തികൾക്ക് വേണ്ടത് ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ചില വ്യക്തികൾക്ക് വേണ്ടത് ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അത് നമുക്ക് ഒരിക്കലും ഇന്നതാണ് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളൊരു വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വി റിയലൈസ് ദാറ്റ് പേഴ്സൺ നീഡ് ദിസ്, ഓക്കെ. ഇതായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുക എന്ന രീതിയിലൊരു സെൽഫ് ഇൻഫർമേഷൻ ക്യാച്ച് ചെയ്യണ പോലെയാണ്, ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് നീഡ്, ആ വ്യക്തിക്ക് ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ആണോ വേണ്ടത്, ആ വ്യക്തിക്ക് ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ് ആണോ വേണ്ടത് തിരിച്ചറിയാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് നമ്മൾ അവരോടായിട്ടുള്ള ഇൻട്രാക്ഷൻ പ്ലാൻ ചെയ്യാം. പിന്നെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇറ്റ്സ് ഒരു ഗാംബ്ലിംഗ് ആണ്. സംടൈം ആ വ്യക്തിക്ക് ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും വേണ്ടത്. നമ്മൾ തെറ്റിദ്ധരിച്ച് ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ് ആവും. ഇറ്റ് ഗോയിങ് ടു ബി മിസ് അണ്ടർസ്റ്റാൻഡിങ് ആവും. ചില സിറ്റുവേഷനിൽ ചില വ്യക്തികൾക്ക് ബാക്ക്വേഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും വേണ്ടിയിരുന്നത്, നമ്മൾ ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് വെറുതെ വഷളാവും, ഓക്കെ. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, നമ്മൾ മുൻകൂട്ടി പഠിച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. ഇറ്റ്സ് എ റുട്ടീനായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ യു ഹാവ് ടു കീപ് നോയിങ് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം.
പിന്നെ അണ്ടർസ്റ്റാൻഡിങ് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു വ്യക്തിയുടെ ഇമോഷൻ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഇൻസ്റ്റേബിളാണ് ഒരിക്കലും ഈ പർട്ടിക്കുലർ രീതിയിൽ തന്നെ. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റിൽ ഒരു തരത്തിലുള്ള ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അതേ ഇൻസിഡൻറ്റ് ഒരിക്കൽ കൂടെ വരുമ്പോൾ ആ ഇമോഷൻ ആയിരിക്കില്ല ചിലപ്പോൾ വന്നിട്ടുണ്ടായി, ചിലപ്പോൾ വേറൊരു ഇമോഷൻ ആയിരിക്കും. പിന്നെ ഇമോഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ മെയിൻ കണ്ടന്റ്. ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി ഏത് തരം ഇമോഷനാണ് നിൽക്കുന്നത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഇമോഷനാണ്, ചില സമയത്ത് ദേഷ്യമായിരിക്കാം, ചില സമയത്ത് വിഷമമായിരിക്കാം, നിരാശയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഏത് ഇമോഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മുടെ ആക്ട് നമ്മൾ ഫോം ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഭയങ്കര നിരാശയായി നിൽക്കുന്ന വ്യക്തിയോട് നമ്മൾ പോയിട്ട് പറയേണ്ടി വരും ഒരു രീതിയിലായിരിക്കും വരും, വിഷമിച്ചിരിക്കുന്ന വ്യക്തിയോട് ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരും നമ്മൾ ആക്ഷൻ ഫോം ചെയ്യുക. പക്ഷേ നമുക്കൊരിക്കലും അറിയില്ല ആ വ്യക്തി ഏത് തരത്തിലുള്ള ഇമോഷനിലായിരിക്കും പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗസ് വർക്ക് ചെയ്യാം ഇങ്ങനെ ആയിരിക്കാം എന്നിട്ട് മേ ബി ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുമായിരിക്കാം. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ ഇറ്റ് ബിക്കം എ വെരി ഡിഫിക്കൽട്ട് തിങ്. ഓക്കെ, ആൻഡ് എപ്പോഴും നമ്മളെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് യു കമ്മ്യൂണിക്കേറ്റ് ടു ദാറ്റ് പേഴ്സൺ. നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് ഓപ്പോസിറ്റുള്ള പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരാൾക്ക് അത് മണത്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഈ സിറ്റുവേഷനിൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ആക്ട് ചെയ്യാം എന്നത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടുതൽ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ആ വ്യക്തിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അതായത് ഈ സമയത്ത് എനിക്കിപ്പോൾ കുറച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് പാസ് ചെയ്യുമ്പോൾ ഓക്കെ ആ പേഴ്സൺ അപ്പോൾ ഈസി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ ആക്ഷൻ അയാൾക്ക് കൺഫ്യൂസിങ് ആകും. അയാൾ ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് എടുക്കണോ അതോ ബാക്ക്വേർഡ് അണ്ടർസ്റ്റാൻഡിങ് എടുക്കണോ എന്നുള്ളതിലൊക്കെ കൺഫ്യൂസ്ഡ് ആയി മാറും. ഓക്കെ, അപ്പോൾ ബെറ്ററായിട്ട് ആ വ്യക്തിക്ക് ഇൻഫർമേഷൻ പാസ്സാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐ എം നോട്ട് ഫീലിംഗ് വിൽ ക്യാൻ യു ടോക്ക് ടു മീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഓക്കെ, ചില സമയത്ത് എനിക്കിപ്പോൾ ഐ എം നോട്ട് ഫീലിംഗ് വെൽ സോ ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ വേണ്ട ബാക്ക്വേർഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരാൾ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഷുഡ് പാസ് ദ പ്രോപ്പർ ഇൻഫർമേഷൻ ടു ഓപ്പോസിറ്റ് പേഴ്സൺ. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ടൈമുകൾ ഉണ്ടാവും എന്ന് തോന്നാറുണ്ട് എനിക്ക്.